ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ അടിപൊളി പ്രമവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയനയെ തകർക്കാനായിട്ട് അച്ഛനും അമ്മയും മോളും കൂടി വലിയ പ്ലാനൊക്കെ ഒരുക്കിയിരിക്കുന്നത്. നയനെ ഉണ്ടാക്കുന്നതെല്ലാം അമൃതിന് തുല്യമാണെന്ന് അറിഞ്ഞിട്ടും അത് കഴിക്കാനുള്ള ആ ഒരു ചളിപ്പ് കാരണം അത് കഴിക്കാതെ അനാമിക ഇനിയും മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ തലയുയർത്തി പിടിച്ച് നിൽക്കും എന്നുള്ളൊരിത് കൊണ്ട് കഴിക്കാതിരിക്കുകയാണെന്നുള്ള സത്യം രേവതിയോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ കൊണ്ടുവന്ന പൊടി കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് തയ്യാറെടുത്തുകൊണ്ട് നിൽക്കുന്നു. കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ട് രണ്ടുപേരും കൂടെ പായസത്തിൽ അത് കലർത്താനായിട്ട് ചെന്നു. പായസത്തിൽ കലർത്തുന്നതിന് മുൻപ് കൊതി മൂത്ത് രണ്ടും കൂടി അവർക്ക് കഴിക്കാനുള്ളത് എടുത്ത് മാറ്റി വെക്കാനായിട്ടും പറഞ്ഞ് അങ്ങനെ അതെടുത്ത് മാറ്റി വെച്ചിട്ട് ഇത് കലക്കി കൊണ്ടുവന്ന് നല്ല ഭേഷായിട്ടങ്ങ് കലക്കിയിട്ട് ഈ പായസത്തിൽ അത് കലർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പറയാൻ പറ്റാത്ത സന്തോഷമാണ് അമ്മയ്ക്കും മകൾക്കും മുഖത്ത്. ഇന്നിവിടെ എല്ലാവരും നെട്ടോട്ട് ഓടും എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ സന്തോഷത്തോടു കൂടി രണ്ടെണ്ണങ്ങളും കൂടെ വന്നിട്ട് അടുക്കളയിൽ ഇവർക്ക് കഴിക്കാനുള്ളത് എടുത്തിട്ട് അവിടെ നിന്ന് പോയി. രണ്ടും കൂടി അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ പായസം അടുക്കളയിൽ തന്നെ ഇരിക്കുകയാണല്ലോ. ആ പായസത്തിൽ പൊടി കലർത്തിയതൊന്നും നയനയോ അല്ലെങ്കിൽ നവ്യോ ഇവർ രണ്ടുപേരും ഇപ്പോൾ അവിടെ ഉള്ളൂ, അറിഞ്ഞിട്ടില്ല. ഈ സമയത്താണ് നയനയാണെങ്കിൽ നവ്യയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. നവ്യയ്ക്ക് അരികിലേക്ക് ചെന്നു കഴിഞ്ഞപ്പം ചേച്ചിക്ക് എന്തെങ്കിലും വേണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോഴേക്കും അവരെല്ലാവരും കൂടെ അമ്പലത്തിൽ പോയിട്ട് വരാറായി. അപ്പോൾ അവർക്ക് ഞാൻ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ നയന ഇങ്ങനെ പറയാം. അപ്പോൾ ജലജയാണെങ്കിൽ എല്ലാം ഒപ്പിച്ചു കൊടുത്തെങ്കിലും ഇവർ കാണിച്ചു വെച്ചതൊന്നും ജലജ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ ജലജയാണെങ്കിൽ ആ ഒരു ഇതിലേക്ക് അങ്ങ് പോയി കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോയി റൂമിൽ പോയി ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് നയന നവ്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ കുടിക്കാൻ എന്തെങ്കിലും വേണോ ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചു. അത് കഴിഞ്ഞ് പിന്നെ മാലയിടുന്ന കാര്യങ്ങളും ഇതെല്ലാം പോയ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു. എന്തായാലും ആദർശേട്ടൻ്റെ അമ്മ കൊടുത്ത ഈ ഒരു പണി അത് വല്ലാത്തൊരു ചതിയായിപ്പോയി മോളെ എന്ന് നവ്യ ഇങ്ങനെ പറയാം. അപ്പം സാരമില്ല, മുത്തശ്ശൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടല്ലേ, നമ്മളെന്തിനാ അതിന് അങ്ങനെ വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ ചേച്ചി എന്ന് പറഞ്ഞു. എന്നാലും അതല്ലല്ലോ, അവർ നിന്നെ മനഃപൂർവ്വം ചതിച്ചതാണെന്ന് 100% ഉറപ്പാണെന്നും പറഞ്ഞ നേരത്തേക്ക് നമ്മുടെ നയന ഇങ്ങനെ നവ്യയോട് പറയുകയും ചെയ്തു കേട്ടോ. എന്നിട്ട് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അഭിയുടെ കാര്യത്തിൽ അഭി മാല ഇടുന്നതിൽ യാതൊരു തെറ്റുമില്ല, അവനത് ഇടേണ്ടത് തന്നെയാണ്. പക്ഷെ ആദർശേട്ടൻ്റെ കാര്യത്തിൽ ഇപ്പം ഇങ്ങനെ സംഭവിച്ചത് അതൊരിക്കലും നല്ലൊരു കാര്യമല്ല, അത് ശരിക്കും നിങ്ങൾ ചതിച്ചതാണ് ആദർശേട്ടൻ്റെ അമ്മ എന്ന് പറഞ്ഞു. അപ്പോഴും നയനെ അത് പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ പിന്നിലും മിക്കവാറും ആ ജലജ എൻ്റെ അമ്മായിമ്മ തന്നെ ആയിരിക്കും, ആദർശേട്ടൻ്റെ അമ്മയെ, അതായത് നിൻ്റെ അമ്മായിയമ്മയെ ചൂട് പിടിപ്പിക്കുന്നത് എൻ്റെ അമ്മായിമ്മ തന്നെയായിരിക്കും. ഇപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകാൻ കാരണക്കാരിയും അവർ തന്നെ ആയിരിക്കും എന്ന കാര്യം നമ്മുടെ നയനയോട് നവ്യ അന്നേരം പറഞ്ഞു. അല്ലെങ്കിൽ ഇന്നലെ വരെ ഇല്ലാതിരുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ഹണിമൂണിന് പോവുകയാണെന്ന് അറിഞ്ഞപ്പോഴേക്കും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഇവിടെ സംഭവിക്കണമെങ്കിൽ അതിൻ്റെ പിറകിൽ ഒരാൾ കളിച്ചിട്ടുണ്ട്, അതിന് യാതൊരു സംശയമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറയാം. അപ്പം ഇവർ രണ്ടുപേരും കൂടി ഇതും പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നു. ഈ ഒരു സമയത്ത് അവിടെ നമ്മുടെ രേവതിയും ഭർത്താവും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല. അപ്പോൾ ഭർത്താവ് ഭാര്യ അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം കലക്കിയോ എന്ന് ചോദിച്ചു. എല്ലാം നല്ല ഭംഗിയായിട്ട് കലക്കിയിട്ടുണ്ട്, അതിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കലക്കിയതല്ല വേണുവേട്ടാ, അതിന് മുമ്പുള്ളത് കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. കാര്യം എന്തൊക്കെയാണെങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ വേണുവേട്ടാ. അവളുടെ ഭക്ഷണമൊക്കെ ഉണ്ടല്ലോ, നല്ല രുചിയുള്ള ഭക്ഷണങ്ങളാണ്. ഇപ്പം തന്നെ പായസത്തിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാവോ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി എന്തായാലും ഇന്നത്തെ ദിവസം രുചിയൊക്കെ അറിഞ്ഞെല്ലാവരും കഴിക്കട്ടെ എന്നും പറഞ്ഞ് വേണും ഭാര്യയും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മകൾ വരുന്നത്. അപ്പം മോളെ എല്ലാം സെറ്റല്ലേ എന്ന് ചോദിച്ചപ്പോൾ എല്ലാം ഓക്കെ ആണ് അച്ഛാന്ന് പറഞ്ഞു. അതെ, ഇനിയിപ്പോൾ ഇതെങ്ങാനും കഴിച്ചിട്ട് ആ കിളവി എങ്ങാനും തട്ടിപ്പോവോ എന്നിങ്ങനെ നേരത്തേക്ക് രേവതി ചോദിക്കുമ്പോൾ തട്ടിപ്പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് അനാമിക. എല്ലാവരെക്കാളും ആ നയനയെന്ന് പറയുന്നവളെ പൊക്കി പിടിക്കുന്നതേ അവർ രണ്ടുപേരുവാ. ഏതായാലും ഇന്നത്തോടുകൂടി അവളെ പുകഴ്ത്തലും അവളെ ചുമക്കലും ഒക്കെ ഒന്ന് കുറഞ്ഞോളും. തന്തയും തള്ളയും കൂടി ഇന്നിവിടെ കിടന്ന് നെട്ടോട്ട് ഓടും, അതിനൊരു സംശയമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ അനാമിക ഇങ്ങനെ പറയണേ. അപ്പോൾ അനാമിക അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നാലും പ്രശ്നമാവുമോ മോളെ എന്ന് രേവതിക്കൊരു പേടി. എന്ത് പ്രശ്നമാവാനാമേ? ഒരു പ്രശ്നം ആവില്ല. ഈ ഒരു കാര്യം നമ്മളാണ് ചെയ്തതെന്ന് ഒരിക്കലും ആരും വിശ്വസിക്കാനും പോകുന്നില്ല. പിന്നെ ഇവിടെയുള്ളവരുടെ എല്ലാവരുടെയും വയറ് കേടാക്കാനും അവളെ പുകഴ്ത്തി പറയുന്നവർക്കൊരു തിരിച്ചടി കൊടുക്കാനും വേണ്ടിയിട്ടല്ലേ നമ്മളിതൊക്കെ ചെയ്തത്. അത് അതുപോലെ തന്നെ ഫലിക്കും, അമ്മ നോക്കിക്കോ, അതിന് യാതൊരു സംശയം ഉണ്ടാവില്ല, ഞാനല്ലേ പറയുന്നതെന്നും പറഞ്ഞ് അനാമിക ഭയങ്കര പ്രതീക്ഷയോടുകൂടി നിൽക്കുന്നു. മലയ്ക്ക് പോകാൻ വേണ്ടി മാലയിട്ട് വരുന്നവർക്ക് തുടക്കം തന്നെ വയറൊന്ന് ക്ലീനായി കിട്ടട്ടെ, അതല്ലേ നല്ലത്. അപ്പോൾ എല്ലാ രീതിയിലുമുള്ള ആ ഒരു ഇതൊക്കെ ആവും, വ്രതമൊക്കെ ആവും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും ഒക്കെ എത്രയും പെട്ടെന്ന് ഇതും ഒരു പ്രശ്നമാക്കി എടുക്കണം മോളെ. ഇതും ഒരു പ്രശ്നമാക്കി നയനയുടെ തലയിൽ കൊണ്ടുപോയി ഇടണം.
പിന്നെ അവളെയും അവനെയും ഹണിമൂണിന് വിടാത്തതിൻ്റെ പകരം അവൾ വീട്ടിയതാണെന്ന് വരുത്തി തീർക്കണമെന്നും പറഞ്ഞ് ഇതുങ്ങളിരുന്ന് പ്ലാൻ ചെയ്യും. അതൊക്കെ എനിക്ക് വിട്ടേക്ക്, ഞാൻ ഏറ്റുമെന്നും പറഞ്ഞുകൊണ്ട് അനാമിക പൂതന അത് അങ്ങനെ പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ഇവിടെ പാർട്ടീഷൻ നടക്കണമെന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കണമെന്നും നടത്തിയെടുക്കണമെന്നും അല്ലാത്ത പക്ഷം നമ്മളുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കുമെന്നും അച്ഛൻ വീണ്ടും വീണ്ടും ഇവരെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുവാണ്. ഏതായാലും ഓടിപ്പിടിച്ച് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് കുറച്ച് പണിയെടുക്കേണ്ടി വരും. പിന്നെ നമ്മളോടൊപ്പം ആണല്ലോ അവളുടെ അമ്മായിയമ്മയും, അതായത് വല്യമ്മയും അമ്മയും എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് പതുക്കെ പതുക്കെ അത് നമുക്കിങ്ങ് നേടിയെടുക്കാം, അത്രേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അനാമിക മോൾ അച്ഛനോടും അമ്മയോടും പറയുന്നു. ഈ സമയത്ത് നമ്മുടെ നവ്യയാണെങ്കിൽ നയനയായിട്ട് സംസാരിച്ച് അപ്പോൾ നവ്യയ്ക്ക് കഴിക്കാനായിട്ട് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും വേണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ നയന പറഞ്ഞു, ശരി ഞാൻ പോയി പായസം എടുത്തുകൊണ്ട് വരാൻ ചേച്ചി. അതും പറഞ്ഞതേ പായസം എടുക്കാനായിട്ട് നയന അങ്ങ് പോയിട്ടോ. അപ്പം നയന പായസം എടുക്കാനായിട്ട് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അനാമിക അവിടെ നിന്ന് അകത്തേക്ക് കയറി പോയിട്ട് കട്ടുകുടിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമായിരുന്നു. അപ്പോഴാണ് നയന അകത്തേക്ക് കയറി പോകുന്നത് ആശാത്തി കാണുന്നത്. അത് കണ്ടിട്ട് ആശാത്തി പതുക്കെ പിന്നാലെ അങ്ങ് കയറി ചെല്ലുക. കയറി ചെന്ന് നോക്കുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മുടെ നയന 2 ബൗളുകളിൽ ഈ പായസം എടുത്തുകൊണ്ട് പോണതാട്ടോ. അപ്പോൾ നയന എങ്ങോട്ടാണ് പോകുന്നത്, അടുക്കള വശത്തേക്ക് പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ പാത്തും പതുങ്ങിയും പോയി നിന്ന് നോക്കുക, എന്തിനാ നയന അങ്ങോട്ടേക്ക് പോയതെന്ന് അറിയാനായിട്ട്. അപ്പോൾ ചെന്ന് പാത്തു നിന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നയന അതുമായിട്ട് അങ്ങനെ അങ്ങ് പോണു. അപ്പം നയന ബൗളിൽ 2 ബൗളിൽ പായസമൊക്കെ എടുത്ത് റൂമിലേക്ക് പോകുന്ന നയനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ ആദ്യത്തെ പണി ചേച്ചിക്കും അനിയത്തിക്കും തന്നെ ആയിരിക്കട്ടെ, അതാണ് സൂപ്പറെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് നയനെ അങ്ങ് പോയപ്പോഴേക്കും ഈ പുള്ളിക്കാരി ഓടി അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അവളെ പോയിട്ടുണ്ട് അവളുടെ ചേച്ചിയുടെ അടുത്തേക്ക്. ഇന്നത്തെ ആദ്യത്തെ പണി ചേച്ചിക്കും അനിയത്തിക്കും തന്നെയായിരിക്കും, അതിനൊരു സംശയമില്ല എന്ന് പറഞ്ഞു. എന്നതാ മോളെ എന്ന് ചോദിക്കുമ്പോൾ 2 ബൗളിൽ പായസം എടുത്ത് ചേച്ചിക്കും കൊടുത്ത് അവൾക്കും കഴിക്കാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും ഇന്ന് അവളുമാർ ഇവിടെ കിടന്നോടും. എൻ്റെ മോളെ മറ്റേ നവ്യെന്ന് പറയുന്നവൾ ഗർഭിണിയാണ്, അത് നീ മറന്നു പോകരുതെന്ന് പറയുമ്പോൾ അതൊക്കെ എന്തിനാണ് നമ്മളറിയുന്നത്. അവളുമാർക്ക് 2 പേർക്കും ഒരു എല്ല് കൂടുതലാണ്. അതിൽ ഏറ്റവും കൂടുതൽ നയനയ്ക്കാണെങ്കിലും അനിയത്തിക്ക് വേണ്ടി എന്തും പറയുന്നവളാ ചേച്ചി. അതുകൊണ്ട് തന്നെ അവൾക്കിട്ടുള്ള പണിയും അതങ്ങനെ തന്നെ കിട്ടണം, അങ്ങനെ തന്നെ കൊടുക്കുകയും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞിട്ട് ഞാനൊന്ന് പോയി നോക്കട്ടെ അവളുമാരുടെ അവസ്ഥ എന്താണെന്നും പറഞ്ഞ് നേരെ വിട്ടു പോകുക കേട്ടോ. അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടി വരാൻ പോകുന്ന ആ വലിയൊരു രസകര കാഴ്ചയെപ്പറ്റി ദിവാസ്വപ്നം കണ്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നു. എന്തായാലും ഈ സമയത്ത് നമ്മുടെ നയന നവ്യയുടെ റൂമിലെത്തി. അവിടെ കൊണ്ടുവന്ന് നവ്യയ്ക്ക് ഈ പായസം കൊടുത്തു. അപ്പോൾ മണം അടിച്ചപ്പോൾ തന്നെ നവ്യ പറഞ്ഞു, മണം അടിക്കുമ്പോൾ തന്നെ അറിയാം നല്ല സൂപ്പർ പായസമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാണേ. അപ്പോൾ ചേച്ചി അത് കഴിച്ചു നോക്കുക, കഴിച്ചില്ലെങ്കിലും ഇതിന് നല്ല സ്വാദം ഉണ്ടായിരിക്കും എന്ന് എനിക്കറിയാമെന്നും പറഞ്ഞുകൊണ്ട് നവ്യ അങ്ങനെ അതും പറഞ്ഞ് നവ്യ പായസം കുടിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങും. അപ്പോഴത്തേക്കും മറ്റവൾ പുറത്ത് വന്നിട്ട് ഇങ്ങനെ ഒളിച്ചു നിന്ന് കാണുവാണ്. കുടിക്കുക, ഇന്നത്തോടു കൂടി നിൻ്റെയൊക്കെ കുടി അങ്ങ് അവസാനിക്കുവടി എന്നും പറഞ്ഞുകൊണ്ടേ അങ്ങനെ അതും പറഞ്ഞതേ അനാമിക ഇങ്ങനെ ഒളിച്ചു തന്നെ നോക്കുക. അപ്പം നവ്യയാണെങ്കിൽ തൻ്റെ നിസ്സഹായ അവസ്ഥയും അതുപോലെ തന്നെ അഭി തന്നോട് കാണിക്കുന്ന ആ ഒരു അവഗണനയും ഒക്കെ ഇങ്ങനെ നയനയോട് പറഞ്ഞ് ഈ ഒരു പായസമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുവാണ്. എന്തായാലും പായസം കുടിച്ച് കഴിയുമ്പോൾ നവ്യയും നയനയും ബാത്റൂമിൽ നിന്ന് ഇറങ്ങാതെ കയറി ഇറങ്ങി നടക്കും എന്നുള്ള ആ ഒരു ധാരണയിലാണ് ഇവർ. പക്ഷേ അങ്ങനെ എങ്ങാനും സംഭവിച്ചാലും വരുന്നവർക്ക് നയനെ അത് കൊടുക്കാൻ ഒരു വഴിയില്ല. കാരണം ഇങ്ങനെ ഒരു പണി അതിനകത്ത് ഉണ്ടെന്നുള്ളത് നയനയ്ക്ക് ഈ ഒരു സെക്കൻഡുകൾ കൊണ്ട് തന്നെ മനസ്സിലാകുമല്ലോ. എന്തായാലും നയനയും നവ്യയും കൂടി ചേർന്ന് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞാൽ പായസം ഇങ്ങനെ കുടിക്കുന്നു. പായസം കുടിക്കുന്നത് സന്തോഷവതിയായിട്ട് നോക്കി നിൽക്കുവാണ്. അങ്ങനെ അവരുടെ വയറിളകാൻ വേണ്ടി, അതായത് അനന്തപുരിയുടെ മുഴുവൻ വയറിളക്കാൻ വേണ്ടി ചെയ്ത പണിയാണ്. പക്ഷേ അനാമികയ്ക്ക് തന്നെ അത് തിരിച്ചടിയായിട്ട് വരുന്നു. അനാമിക ഇത് നോക്കി നിന്ന് അന്തം വിട്ടിങ്ങനെ നിൽക്കുക. കാരണം പായസം കുടിച്ചിട്ടും കുറേ നേരം കഴിഞ്ഞു. അപ്പോൾ ഇവർ എങ്ങോട്ടും പോണില്ല, റൂമിൽ തന്നെ ഇരിക്കുന്നത്. നവ്യാണെന്നുണ്ടെങ്കിൽ നയനയുടെ പായസത്തിന് ഇങ്ങനെ പുകഴ്ത്തലുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും അവർക്ക് യാതൊരു പ്രശ്നവും പറ്റിയിട്ടില്ല, അവരുടെ വയറും കേടായിട്ടില്ല. പക്ഷേ ഇതിനകത്ത് എന്ത് ട്വിസ്റ്റാണ് സംഭവിച്ചത് എന്നുള്ളത് അനാമികയ്ക്ക് അറിയില്ല. അനാമിക എന്നിട്ട് നിരാശയോടുകൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇതിനകത്ത് എന്താ സംഭവിച്ചേ? ഞാനിതൊക്കെ കലർത്തി വെച്ചതാണല്ലോ, അതെന്താ അവളുമാർക്ക് മാത്രം കുഴപ്പമൊന്നും ഉണ്ടാകാത്തെ? ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അനാമിക അവിടെ നിൽക്കുന്ന നേരം വരെ നയനയ്ക്കും അല്ലെങ്കിൽ നവ്യയ്ക്കും പ്രത്യേകിച്ച് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏതായാലും വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നത് പോലെ മിക്കവാറും അനാമികയുടെ അച്ഛന് തന്നെ അത് കൊണ്ടുപോയി കൊടുക്കാനുള്ള എല്ലാ വഴികളും ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹം ഇങ്ങ് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മുടെ നവ്യ ഇരുന്നത്. അവളുമാരുണ്ടാക്കിയ പായസം
കുളമാക്കണം എന്നുള്ള ഒരു ഇതോടുകൂടി ഇരിക്കുന്നവർക്ക് തന്നെ അത് തിരിച്ചെത്തുകയാണെങ്കിലോ നല്ല ഹാപ്പി ആയിട്ട് കാര്യങ്ങളെല്ലാം നടക്കില്ലേ. എന്തായാലും കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത് പോലെ ഇനി അങ്ങോട്ട് ഈ ഒരു പായസത്തിൻ്റെ പേരിൽ അനാമികയും അതുപോലെ അച്ഛനും അമ്മയും ഏത് രീതിയിലൊക്കെ വെള്ളം കുടിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ വരുമോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ വരുന്നുണ്ട്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. തെറ്റ് ചെയ്യാതെ ആരെ ഉപദ്രവിക്കാൻ നോക്കിയാലും ആ തെറ്റ് ചെയ്തവർക്ക് തന്നെ ശിക്ഷ കിട്ടുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ പത്രമാറ്റെന്ന് പറയുന്ന ആ ഒരു സീരിയൽ. അപ്പോൾ എല്ലാവരും നമ്മുടെ യഥാർത്ഥ കഥ വരുന്നത് വരെ കാത്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതും എളുപ്പത്തിൽ നമ്മുടെ വീഡിയോസ് കാണാൻ കഴിയുന്നതുമായിരിക്കും. അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയൊക്കെ വേണം കേട്ടോ. ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തൊന്ന് സഹായിക്കണേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ച് വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. താങ്ക് യു. സി യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.